ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു കേട്ടോ. നല്ല തുമ്മലുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ലോറിയുടെ പിറകിലുള്ള ആ മണ്ണിൻ്റെ പൊടി എനിക്ക് നല്ലാണ്ട് തുമ്മലായിരുന്നു കേട്ടോ. രാത്രി മൊത്തം തുമ്മലായിരുന്നു. ചെറിയൊരു ജലദോഷവും ഉണ്ട് കേട്ടോ. ഒരു ഗുളികയും കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഇന്ന് അവധി ദിവസമാണ്. രാവിലെ ഒരുപാട് ജോലികളുണ്ട്. അതിന് പുറമേ തന്നെ വീട്ടിന് പുറത്തുള്ള പണികളും ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഈ ചട്ടിയൊക്കെ കഴുകിയിട്ടുണ്ടല്ലോ, ഞാൻ വെയിലത്ത് കൊണ്ട് വയ്ക്കും കേട്ടോ, ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പം അതിലേക്ക് അതിൻ്റെ ആ പൂപ്പലൊക്കെ വന്നിരിക്കും ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ചട്ടിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ട് നല്ലൊരു ചായ ഇട്ട് കുടിച്ചു കേട്ടോ. കാര്യം തലവേദനയൊന്ന് മാറട്ടെ എന്ന് കരുതി. ചൂടോട് കുടിക്കാമെന്നും കരുതി പുറത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോഴുണ്ടല്ലോ മോൻ തകർത്ത് കാര്യമായിട്ടിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അവന് ചവിട്ടുന്ന ഒരു സ്കേറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു വീൽ ഇളവിപ്പോയി. എന്നിട്ടും അതിൻ്റെ പുറത്ത് നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ തകർത്ത് പഠിക്കുകയാണ്. കാര്യം ഇന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അവൻ്റെ അപ്പ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിക്കാതെ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. അങ്ങനെ തകർത്ത് പഠിക്കുകയാണേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഓർഗിഡ് എൻ്റെ ഒരു കൂട്ടുകാരി തന്നെന്ന്, അതൊന്ന് സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ്. അതിനകത്തുണ്ടല്ലോ നമ്മുടെ ചുടുകട്ട കഷ്ണമോ ഓടിൻ്റെ കഷ്ണമോ ഒക്കെ ചേർക്കുമല്ലോ. ഇവിടെ ഒന്നും ഇല്ല, എങ്കിലും ബാക്ക് സൈഡിൽ കുറച്ച് കിടന്നു. അത് ഞാൻ ഒരു ചുറ്റിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഇടിച്ച് ആ ചെടിച്ചട്ടിയിലിട്ടു. അപ്പോഴാണ് കണ്ടത്, കേബിൾ വലിച്ചപ്പോഴുണ്ടല്ലോ, ടി വിയുടെ കേബിൾ വലിച്ചപ്പോൾ ഒരു തെങ്ങിൻ്റെ ഓല വല്ലാണ്ട് ചരിഞ്ഞ് നിൽക്കുന്നു. അതങ്ങനെ അവരങ്ങ് വെട്ടിയിട്ടു കേട്ടോ. പിന്നെ അത് ഞാൻ ക്ലീൻ ചെയ്യാനൊന്നും അങ്ങോട്ട് പോയില്ല. അങ്ങനെ പിന്നെ ആ ഭാഗത്തോട്ട് ചെന്ന് ആ കത്തി വെച്ച് അതെല്ലാം വൃത്തിയായി. പക്ഷെ നല്ലൊരു കത്തിയില്ല കേട്ടോ, ഒന്നും വെട്ടാനായിട്ടൊന്നും. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു മരം വല്ലതും വന്ന് കൊമ്പോ വല്ലതും വീണാൽ കൂടി തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാര്യം ഇതിൽ മൂർച്ചയുള്ള കത്തിയൊന്നുമില്ല. ഇനി എവിടെ ചെന്നാലും ചന്തയിലൊക്കെ പോകുമ്പോൾ ഒരു നല്ലൊരു കത്തി വാങ്ങിക്കണം. പിന്നെ തപ്പിയെടുത്ത് പഴയ ഒരു കത്താളം എടുത്തുകൊണ്ട് വന്ന് ആ റോഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നതും പിന്നെ ആ കേബിളിൻ്റെ ലൈൻ പോകുന്ന ഭാഗത്തുള്ള ഓലയെല്ലാം ഞാൻ വെട്ടിയെടുത്തു കേട്ടോ. ഇരിയാലോ എന്ന് കരുതി. ചൂലിന് പുറത്തുനിന്ന് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഫ്രണ്ടിൽ ഒരു തെങ്ങുണ്ട്, അത് ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈ എന്താണ് പറയുന്നത്, ഓല വെച്ചാണ് ഞാൻ ഈർക്കിലിരിക്കുന്നത്. അങ്ങനെ ഒരു 3 ഓല വെട്ടി പതുക്കെ എല്ലാം എടുത്തു കേട്ടോ. ഈ വെട്ടൽ ജോലി എനിക്ക് വശമല്ലാത്തതാണ്. ഞാൻ ഒന്നും അങ്ങനെ വെട്ടി അധികം എടുക്കാറില്ല. എങ്കിലും ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റും. ആ സാഹചര്യം നോക്കി തന്നെ ചെയ്തു കേട്ടോ. എന്നിട്ട് ആ ഇരിഞ്ഞിട്ട ഓലയെല്ലാം ഞാൻ എടുത്ത് ഈർക്കിൽ ഇരിയാനായിട്ട് ഞാൻ പ്രത്യേകം കൊണ്ട് മാറ്റി വെച്ചു, നാളെ വല്ലതും ചെയ്യാമെന്ന് കരുതി. പിന്നെ വൈകിട്ട് ചായ ഇട്ട് മോന് ട്യൂഷന് വിടണ്ടേന്ന് കരുതി അവന് മുട്ട പപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പാവം കൊച്ചു തകർത്ത് പഠിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ പഠിത്തം കുറച്ച് മാറ്റി വെച്ച് കൊച്ചു പിന്നെ പപ്സ് തീറ്റി തുടങ്ങി കേട്ടോ. കുറച്ച് എനിക്കും എൻ്റെ വായിൽ കൊണ്ടുവച്ച് തന്നേ. അങ്ങനെ പിന്നെ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ മുറ്റമൊക്കെ അങ്ങ് തൂത്തു. ഇന്നും ഒരു മങ്ങിയ അന്തരീക്ഷമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല വെയിൽ തന്നെയാണ് നല്ലത്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടല്ലോ. വെയിൽ നല്ലത് തന്നെയാണ്. നമ്മുടെ മുറ്റത്തും വീടിനകവും ഒക്കെ നല്ല പ്രകാശമായിട്ടിരിക്കത്തില്ലേ. പിന്നെ ആ ഓല വെട്ടിയ ഭാഗമെല്ലാം തൂത്ത് വൃത്തിയാക്കി. എനിക്ക് ഒരുപാട് ചെടികളില്ലാത്ത ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ നിരത്തി വെക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് വൈകിട്ടാണ് തുണി കഴുകിയത്. സാധാരണ ഞാൻ രാവിലെയാണ് കഴുകുന്നത്, പക്ഷേ അപ്പോഴും പറ്റിയില്ല. അങ്ങനെ പിന്നെ വൈകിട്ട് നിന്ന് തുണികളെല്ലാം കഴുകി എല്ലാം നേരാ മണ്ണമൊക്കെ വിരിച്ചു കേട്ടോ. കുറച്ചൊക്കെ കൊണ്ട് ടെറസിൻ്റെ മണ്ടയിലിട്ടു. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ മഴ പെയ്യുകയാണെങ്കിലോ എന്ന് കരുതി ഈ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമാണ് ഇവിടെ ഇട്ടത്, ബാക്കി കൊണ്ട് മണ്ടയിലിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇന്നലെ ചന്തയിൽ പോയി വാങ്ങിച്ച ചീനി എടുത്തൊന്ന് പുഴുകാമെന്ന് വെച്ചു. ഇന്നത്തെ രാത്രിത്തെ ആഹാരം അതാക്കാമെന്ന് കരുതി. അങ്ങനെ നല്ല ചീനിയായിരുന്നു കേട്ടോ. കട്ട് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. അതായത് ഒരു റോസ് ഭാഗം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ഭാഗം അതായത് ഒരു പിങ്ക് കളർ, ആ ഭാഗം കളറുള്ള ചീനി വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. അതൊരു അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ പുഴുങ്ങുന്ന രീതിയിൽ കഷ്ണങ്ങളാക്കി ഇട്ട്. ഞാനുണ്ടല്ലോ ഈ ചീനിയൊന്നും എനിക്ക് വലിയ പ്രിയമല്ലോ കേട്ടോ കഴിക്കുന്നതിന്. അതായത് കാച്ചിൽ, ചേന, ചേമ്പ് അതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും കഴിച്ചാൽ മതി എനിക്ക്. എങ്കിലും മക്കൾക്ക് അങ്ങനെയല്ലല്ലോ, ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നല്ലോ കരുതിയാണ് ഞാൻ 1 കിലോ വാങ്ങിച്ചത്. എന്നാലും ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി എല്ലാം അടുപ്പത്ത് വെച്ചു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ പോസ്റ്റ് ലൈറ്റ് ഇടാമെന്ന് കരുതി ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മിക്കവരും ഇറങ്ങത്തില്ല. കാര്യമെന്ന് വെച്ചാൽ അവർ അവധി ദിവസമല്ലേ, ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനും കാണുമല്ലോ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ പോസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ പിറകിൽ പോയി കാന്താരിയൊക്കെ പിച്ചി നിറയെ കൊച്ചുള്ളി ഇട്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ചതച്ചെടുത്തു. മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി. പക്ഷേ ഉണ്ടല്ലോ ജാറുണ്ട്, പക്ഷേ ജാറിൻ്റെ അടപ്പ് കാണുന്നില്ല. അതെ, മൊത്തം നോക്കിയിട്ട് കാണുന്നില്ല. ഇനി എവിടെ മറന്ന് വെച്ചതെന്ന് അറിയാൻ വയ്യ. എവിടെയോ പോയി. കുറേ നേരം നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. അതാണ് ഞാൻ ഇതിൽ ചതച്ചെടുക്കുന്നത്. അങ്ങനെ നല്ല രീതിക്ക് ചതച്ച് ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. കരിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. എങ്കിലും വേണ്ടാന്ന് കരുതി. ഇനി രാത്രി പോയി പിച്ചണ്ട പറഞ്ഞു കേട്ടിട്ടുണ്ട്, കരിവേപ്പിലയൊന്നും രാത്രി പിച്ചിക്കൂടാന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ രാത്രി ആയിട്ട് പോവാത്തത്. അങ്ങനെയുണ്ടല്ലോ മോൻ പറഞ്ഞ് ഇലയിൽ എനിക്ക് തരണേന്ന്. അതുകൊണ്ട് നേരത്തെ
നേരത്തെ ഞാനൊരു വാഴയില വെട്ടി വച്ചിരുന്നു. അങ്ങനെ അത് വാട്ടിയിട്ട് അതിനകത്തിട്ട് ആ ചീനിയും എന്താ മുളക് ഉടച്ചതും ഒക്കെ വെച്ചു. അതിൻ്റെ കൂടെ ഞാനൊരു കട്ടൻ ചായയും കൂടെ ഇട്ട് കേട്ടോ. തലവേദനയ്ക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് കരുതി. എനിക്ക് ആ തലവേദനയും ആ തലയുടെ കനവും ഇതുവരെ മാറിയില്ല കേട്ടോ. അങ്ങനെ ആ കട്ടൻ ചായയും ചീനിയും ആ മുളക് ഉടച്ചതും കൂടെ കഴിച്ചു. പക്ഷേ ഇച്ചിരി എരിവ് കൂടിപ്പോയി. കാന്താരിക്ക് നല്ല എരിവാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.